അങ്ങനെ പൂക്കാലം വരവായി. തണുപ്പൊക്കെ മാറി. ഇവിടെ സൂര്യനൊക്കെ വന്നു തുടങ്ങി. നാട്ടില് സൂര്യനെ കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാന്നാ കേട്ടത്. അത്ര പ്രശ്നമായിട്ടില്ല കേട്ടോ ഇവിടെ. നമ്മുടെ ഗാർഡനില് അപ്പുറത്തെ വീട്ടിലെ റോസും നമ്മുടെ സ്വന്തം ഗ്രേപ്സും ആപ്പിളും പെയറും ഒക്കെ കായിട്ടു. നമ്മുടെ ഈ 2 മരത്തിന്റെ വേരിറങ്ങി ഇവിടുത്തെ ടൈൽസും ഗരാജിന്റെ ഫ്ലോറും ഒക്കെ കുറച്ചധികം കേടുവന്ന് തുടങ്ങി. ചിലപ്പോ ചെറുതായിട്ടൊന്ന് മുറിക്കേണ്ടി വരും. എനിക്കത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ പുരയ്ക്ക് ഭീഷണിയായിട്ട് വരുന്ന മരം മുറിക്കണം എന്നാണല്ലോ പറയുക. നോക്കട്ടെ. അതാണ് നമ്മുടെ ഗാർഡനിലെ ഇപ്പത്തെ ഏറ്റവും വലിയ തണല്. ഡോറും കർട്ടനും ഒക്കെ ഒന്ന് തുറന്നിടാം. കുറച്ച് നല്ല ശുദ്ധവായു ഒക്കെ ഒന്ന് അകത്ത് കയറട്ടെ. നമ്മൾ ഈ ആഴ്ച തൊട്ട് ചെറിയൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് തുടങ്ങുക കേട്ടോ. ഫാറ്റ് ലോസ് ആണ് ഉദ്ദേശം. പ്ലാനിങ് പ്രകാരം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മക്കാന സ്മൂതിയാണ്. നമ്മുടെ ലോട്ടസ് സീഡ് ഇല്ലേ, അത്. പഴയ സ്മൂതി ഓർമ്മയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമുക്ക് പണി തുടങ്ങാം. ഒരു കുഞ്ഞു കപ്പ് മക്കാന, 4-5 ആമണ്ട്സ്, 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്, 1 ഡേറ്റ്സ്, കുരു കളയണം കേട്ടോ. എല്ലാം കൂടെ ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് ഓട്ട് മിൽക്കിൽ കുതിർക്കാൻ വെക്കാം. ഇനി നമ്മുടെ സ്മൂതിയിൽ ആഡ് ചെയ്യാൻ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു പഴോ. ഞാനൊന്ന് ആപ്പിളാണ് എടുക്കുന്നത്. എന്നെപ്പോലെ ഇങ്ങനെ ആപ്പിൾ കട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കിത് നോർമലായിരുന്നു. പക്ഷെ അമ്മ കണ്ടപ്പോൾ ചെറിയൊരു അത്ഭുതം പ്രകടിപ്പിച്ചു. ഫുഫ്, എന്തൊരു പുളിയാണ് ഈ ആപ്പിളിന്. ഇനി സിമ്പിൾ, ഒരു ബ്ലെൻഡർ എടുക്കുക. കുതിരാൻ വെച്ച എല്ലാ ഐറ്റംസും ഒരു പകുതി ആപ്പിളും കുറച്ചും കൂടെ ഓട്ട് മിൽക്കും ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക. നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി അലങ്കാരത്തിന് മുകളിൽ കുറച്ച് പംകിൻ സീഡ്സും കൂടെ ആഡ് ചെയ്യാം. ഇനി എന്താ, അങ്ങോട്ട് കുടിക്കുക. ഓഫ്, ഇങ്ങനെ കുടിക്കാൻ എനിക്ക് പറ്റൂല. നമുക്ക് എസ്തെറ്റിക്കലി ഗാർഡനിൽ പോയിരുന്നു കുടിക്കാം. കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല ഫില്ലിംഗ് ആണ്. എനിക്ക് ഏകദേശം ഉച്ചര വരെ വിശന്നിട്ടില്ല.